തൃശൂരിൽ 16 വയസ്സുകാരനെ വാടനാപ്പള്ളി പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. തളിക്കുളം സ്വദേശിയായ 16 വയസ്സുകാരനാണ് മർദ്ദനമേറ്റത്. ഉത്സവത്തിനിടെ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടിയതിനെ തുടർന്നാണ് കുട്ടിയെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് സ്റ്റേഷനിൽ എത്തിച്ച് SIയും കണ്ടാലറിയാവുന്ന പോലീസുകാരും അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് കുട്ടിയുടെ പരാതി. അവിടെ വിളിച്ചിട്ട് സംസാരിക്കുകയും അപ്പം പോലീസുകാർ എന്നിട്ട് എന്നെ ജീപ്പ് കയറ്റി എന്നെ പിടിച്ചിടിച്ച് എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ അവിടെ നിടിച്ച് ചെറുതിട്ട് അടിച്ച് പിന്നെ നെഞ്ചുമ്മ പിടിച്ചിടിച്ച് അടിച്ചപ്പോൾ എനിക്ക് ശ്വാസം കിട്ടിയിരുന്നില്ല. കുറെ പറഞ്ഞ് ചാട്ടാണ് എനിക്ക് പറ്റണ്ടേ ഇങ്ങനെ കുഞ്ഞിരുന്നു. എന്നിട്ടത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയിരുന്നു. എന്നിട്ട് JD പോലീസ് എന്നിട്ട് എൻ്റെ മൂത്ത് കടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറെ പറഞ്ഞു അടിക്കലേ അങ്ങനെ അടിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, എന്തായിരുന്നു സംഭവം? ഇന്നലെ ആയിരുന്നു സംഭവം. ഇന്നലെ രാത്രി ഉത്സവത്തിനിടെയുണ്ടായിട്ടുള്ള ഒരു ചെറിയ സംഘർഷം പ്രദേശത്തുണ്ടാവുന്നു. തുടർന്ന് ഈ 16 വയസ്സുകാരൻ ആ സ്ഥലത്തേക്ക് എത്തുകയും ഈ 16 വയസ്സുകാരൻ്റെ വല്യച്ഛനെ ഈ സംഘർഷത്തിൽ ഉൾപ്പെടുന്നു കണ്ടിട്ട് പിടിച്ചു മാറ്റാൻ ചെന്നാണെന്നാണ് ഈ 16 വയസ്സുകാരൻ്റെ ബന്ധുക്കൾ നമ്മളോട് അല്പസമയം മുമ്പ് പറഞ്ഞത്. ആ സമയത്ത് അവിടേക്ക് എത്തിയ പോലീസ് ഈ 16 വയസ്സുകാരനെയും മർദ്ദിച്ചുകൊണ്ട് ഈ ജീപ്പിലേക്ക് കയറ്റിയെന്നാണ് 16 വയസ്സുകാരൻ്റെ മൊഴി. മർദ്ദിച്ച് ജീപ്പിലേക്ക് കയറ്റുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. മാത്രമല്ല ഈ കുട്ടിക്ക് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക തകരാറുകളുണ്ടായിട്ടുണ്ട്. ഈ കുട്ടി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ, തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഈ തന്നെ മർദ്ദിക്കരുത്, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൂടി പോലീസ് നിരന്തരമായി മർദ്ദിച്ചു. ബാത്റൂമിന്റെ അവിടേക്കെല്ലാം കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് 16 വയസ്സുകാരൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കുട്ടിയെ രാവിലെ വിട്ടയക്കുകയും തുടർന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ നെഞ്ചുരോഗം, അതായത് നെഞ്ചുവേദന അനുഭവപ്പെടുകയും പുറത്തും വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഇയാളെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലാക്കുന്നത്. അവിടുന്ന് നേരെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ് ഏറ്റിട്ടുള്ളത്. കുട്ടി ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ വാടാനപ്പള്ളി പോലീസിലെ കണ്ടാലറിയുന്ന 3 പോലീസുകാർക്കെതിരെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. SPക്കും ചൈൽഡ് പ്രൊട്ടക്ഷൻ വകുപ്പിനും പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. എന്തായാലും ഈ പോലീസിനെതിരെ പ്രദേശത്ത് വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ ഈ തലത്തിൽ മർദ്ദിച്ചതിൽ വലിയ പ്രതിഷേധമൊരുങ്ങുന്നു. പോലീസിനെതിരെ പ്രതിഷേധമായ നാട്ടുകാർ എന്തായാലും രംഗത്തെത്തിയിട്ടുണ്ട്. ശരി, ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.